ദൈവം 10 കൽപ്പന തന്നപ്പോഴും അതിൻ്റെ സാരാംശം 2 കൽപ്പനയിൽ ഒതുക്കിയതും എന്ത് പറഞ്ഞിട്ടാ? ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക. ഇതല്ലേ 10 കൽപ്പനയുടെ സാരാംശം. എന്നാൽ അതിനെ അവർ തെറ്റായി വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമായിരുന്നിരിക്കാം അത്. പക്ഷെ ആ കാലഘട്ടം യേശു വന്നതോടെ മാറുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശു വന്നിട്ട് പറയുകയാണ് ബലിയല്ല. അപ്പം അന്ന് വരെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കാളക്കിടാങ്ങളെയും പശുക്കിടാങ്ങളെയും ആടുകളെയും എല്ലാം ബലിയർപ്പിച്ചുകൊണ്ട് ഒരുപാട് ദഹനബലികളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് കരുണയുള്ള ഒരു ഹൃദയമാണ്. നിങ്ങൾ പോയി പഠിക്കുവിൻ. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ആ തിരുവെഴുത്തിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. അപ്പോൾ മത്തായിയുടെ ഭവനത്തിൽ ഇതിപ്പോൾ ഇച്ചിരി വിശദമായി പോവുകയാണ്. ആയിരുന്നു ഓക്കെ, ഇതിൻ്റെ ഒരു ബേസിക് പോയിൻ്റാണ്. മത്തായി കർത്താവിൽ വിശ്വസിച്ചിരുന്നോ? ഇല്ല. പക്ഷേ കർത്താവ് അയാളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഈ കരുണയ്ക്ക് മറ്റൊരു പ്രിവിലേജ് അല്ലെങ്കിൽ പോസിബിലിറ്റി എന്താ? കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം എന്താ? കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കണം, നല്ലതാണ്. കൃപ ലഭിക്കണമെങ്കിൽ വിശ്വാസം വേണം. കൃപ ലഭിക്കണമെങ്കിൽ വിശ്വാസത്തിലൂടെയാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് കൃപ ഒഴുകുന്നത്. എന്നാൽ കരുണ ലഭിക്കുന്നതിന് വിശ്വാസം പോലും വേണ്ട. വിശ്വാസം പോലും ഇല്ലാത്ത ഒരാൾക്കാണ് കരുണ. അപ്പം മത്തായി നോക്കിയേ, മത്തായിക്ക് വിശ്വാസമില്ല. മത്തായി യേശുവിനെ കുറിച്ച് യാതൊരു അറിവില്ല. പക്ഷേ യേശു കരുണ കാണിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുകയാണ്. അവനാകെ അന്തം മുട്ടി, യേശു എൻ്റെ വീട്ടിൽ വന്നേ കിടന്നു. അവൻ്റെ കൂടെയുള്ള അനേകം പാപികളെല്ലാം വിളിച്ചു കൂട്ടി അവൻ അവിടെ വലിയൊരു ഫീസ്റ്റ്. യേശു എൻ്റെ വീട്ടിൽ വന്നേ കിടന്നു. ഇത്രയും വലിയ പാപിയായിട്ട് മുദ്ര കുത്തിയിരിക്കുന്ന ഈ സമൂഹം മുഴുവനും തിരസ്കരിച്ച് എന്നെ ബഹിഷ്കരിച്ചിരിക്കുന്നു. എൻ്റെ വീട്ടിൽ പോലും നീ നിയമജ്ഞരോ ഫരിസേയരോ ആരും വരുന്നില്ല. എന്നാൽ അവിടെ യേശു വന്നിരിക്കുന്നു. ഇവിടെ കരുണയെ പാപം തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. ആ കരുണാനിധിയായ യേശു കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഈ മത്തായിയുടെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അയാളുടെ ഹൃദയത്തിൽ കരുണയുടെ അനുഭവം ഉണ്ടായോ? കരുണ അനുഭവം ഉണ്ടായി. ആ കരുണ അനുഭവിച്ചപ്പോൾ അയാൾ അവസാനം അന്ന് ഈ ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് അയാൾ എന്ത് പറഞ്ഞു കാണും? പറഞ്ഞു, ഞാൻ എൻ്റെ ഈ ചുങ്കപ്പരിപാടി വിട്ടു ഞാനിനി കർത്താവായ യേശുവിൻ്റെ കൂടെ പോവുകയാണ്. കണ്ടോ? ഇപ്പോൾ അവൻ എന്ത് കിട്ടി? യേശുവിൽ വിശ്വാസം കിട്ടി. നെക്സ്റ്റ് സ്റ്റേജ് ഇല്ലേ? അങ്ങനെ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയതോടെ കൃപ ലഭിച്ചു. യേശു അവൻ്റെ പഴയ ചരിത്രം ഒന്നും നോക്കിയതായിട്ട് അവിടെ പറയുന്നില്ല. പോപ്പ് ഫ്രാൻസിസ് അത് എടുത്തു പറയുന്നുണ്ട്. യേശു ആരുടെയും പഴയ ചരിത്രം നോക്കുന്നില്ല, പഴയ പാപങ്ങൾ കണക്കിലെടുക്കുന്നില്ല. ഈ മത്തായിയിൽ യേശു കണ്ടത് ആരെയാണ്? ഒരു അപ്പസ്തോലനെയാണ് കണ്ടത്. ഒരു അപ്പസ്തോലൻ. 12 അപ്പസ്തോലന്മാരേ ഉള്ളൂ ഈ മത്തായിയിൽ. അതുകൂടാണ്ട് യേശു കണ്ടത് ആരെയാണ്? 4 സുവിശേഷകരിൽ ഒരാൾ. അതുകൂടാണ്ട് യേശു കണ്ടത് ആരെയാണ്? ഒരു വലിയ രക്തസാക്ഷി. മത്തായിയെ
തീ കൊടുത്ത് കൊല്ലുകയാണ് അവർ ചെയ്തത് യേശുവിന് വേണ്ടി. എൻ്റെ മേലെ കോരിത്തിരിക്കുകയാണ്. ഇതാണ് കരുണ. കരുണ എന്നത് മനുഷ്യൻ്റെ പാപങ്ങളെ പരിഗണിക്കാതെ ദൈവത്തിൻ്റെ കരുണാർദ്രമായ ആ സ്നേഹം അവനിലേക്ക് ഒഴുകുന്നതാണ് കരുണ. കരുണക്കൊണ്ടയും കരുണയുടെ ചിത്രത്തിൻ്റെ എല്ലാം പിന്നിലുള്ള വെളിപാട് എന്താ? വിശുദ്ധ ഫൊസ്റ്റീന കാവസാക്കിക്ക്, ഞാൻ ആ സ്ഥലത്തൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളത്, പോളണ്ടിലെ ക്രാക്കോവിൽ കർത്താവ് സംസാരിക്കുകയും ഒരു ഡയറി പോലെ കരുണയെക്കുറിച്ച് ഒരുപാട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിൻ്റെ ഡയറിയാണ് ഇത്രയും വലിയൊരു ഡയറി. അതിൽ പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നൊരു കാര്യം എന്താ? എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുന്നൊരു കാര്യം എന്താ? ഫൊസ്റ്റീനോട് പറയാണ്, ഏറ്റവും വലിയ പാപിക്ക് ഏറ്റവും കൂടുതൽ കരുണ ലഭിക്കാൻ അർഹതയുണ്ട്. A great sinner has the right to receive greater mercy. ഇത് യൂറോപ്പിലെല്ലാം കുമ്പസാരക്കൂടിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. എനിക്ക് തോന്നുന്നത് ആ ചിത്രം എൻ്റെ മനസ്സിൽ വരികയാണ്. നമ്പർ 426 തോന്നണം, ഡയറിയിൽ നമ്പർ 426 അത് എഴുതി വെച്ചിട്ടുണ്ട് ചില കുമ്പസാരക്കൂടിൽ. നമ്പർ 426 ഫൊസ്റ്റീനാസ് ഡയറി. The great sinner has right to receive greater mercy. ഈ ബോധ്യത്തോടെയാണ് നമ്മൾ കുമ്പസാരിക്കാൻ പോകേണ്ടത്. അല്ലാതെ നമ്മൾ ഈ പോലീസുകാരനെ പോലെ നമ്മുടെ പാപത്തെക്കുറിച്ച് കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല. അപ്പോൾ ഇതാണ് ദൈവം നീ കരുണ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ചേട്ടത്തി 3 കൊന്തയല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ അവരോട് ചോദിച്ചു കരുണ എന്താന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്ത് വിചാരിച്ചിട്ട് ഈ കൊന്ത ചെല്ലണേ? ആ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ കരുണയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഈ പാപികളൊക്കെ സ്വർഗത്തിൽ പോകുന്നോ? പാപികൾ സ്വർഗത്തിൽ എങ്ങനെ പോണേ? പാപികൾ നരകത്തിലല്ലേ പോണേ? അപ്പോൾ പിന്നെ നീ എന്താ ഈ കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കണേ? കരുണക്കൊന്തയിൽ എന്താ പ്രാർത്ഥിക്കണേ? ഒന്ന് പ്രാർത്ഥിച്ച് എന്താ കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കുന്നത്? ഈശോ മിശിഹായുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും. അപ്പോൾ ആരോട് കരുണയായിരിക്കാനാണ് ഈ പറയണേ? ലോകം മുഴുവനുമുള്ള എല്ലാ പാപികളോടും. നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ എന്താ പ്രാർത്ഥിക്കണത്? എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കൾ. ഉദാഹരണത്തിന് ഞാനൊരു മഹാപാപിയാണ്. ഞാൻ എവിടെ പോകും? മഹാപാപി ആയതുകൊണ്ട് ഞാൻ നരകത്തിൽ പോകണ്ടേ? പോണോ അല്ലേ? അപ്പോൾ ഒരൊറ്റ ചോദ്യം, പാപി സ്വർഗത്തിൽ പോകുമോ? പോകുമെന്ന് വിശ്വസിക്കുന്നവരെന്ത് കൈവയ്ക്കേ? കണ്ടോ? അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെന്താ വിശ്വസിക്കണേ? അപ്പോൾ പിന്നെ കർത്താവ് വിശ്വസിച്ച് നോക്കിയിരിക്കുമോ അവർ നരകത്തിലേക്ക് പോണത്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. കർത്താവ് വിശ്വസിച്ച് എന്ത് ചെയ്യും അയാൾക്ക് വേണ്ടി? ഇപ്പോൾ ഒരു മിനിറ്റ് നോക്കിക്കോ, ഞാനാണ് അങ്ങനെ ഒരു പാപി. 2 പേര് വരുന്നത്, 2-3 പേര് വായോ എന്നെ ഒരു വാ, നിങ്ങൾ വാ. ഇയാൾ ഒരു പിശാചിൻ്റെ റോളിലാണ്. ഇദ്ദേഹം വൈദികനും ബിഷപ്പും വിശ്വാസികളും കത്തോലിക്ക സഭ മുഴുവനുമാണ്. ഓക്കെ, ഞാൻ പാപി. പിശാച് എന്നെ എങ്ങനെയെങ്കിലും നരകത്തിൽ കൊണ്ടുപോകാനായിട്ട് എന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എന്നെ പിടിച്ച് വലിക്കാൻ, എന്നെ അങ്ങോട്ട് വലിക്കുകയാണ്. ഇത് കണ്ടിട്ട് കത്തോലിക്ക സഭ നോക്കി നിൽക്കോ, പിടിക്കണ.
ഈ കത്തോലിക്ക സഭ ഈ പാപിനെ കർത്താവിൻ്റെ മകനും ജീവന്റെ അടയാളത്താൽ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന നസ്രാണിയായ എന്നെ പിശാച് നരകത്തിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളൊക്കെ നോക്കി നിൽക്കോ? നിങ്ങളൊക്കെ നോക്കി നിൽക്കോ? നിങ്ങൾ എന്ത് ചെയ്യും? ഓ എൻ്റെ ഈശോയേ, ഓ എൻ്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ. വലിക്കണ എല്ലാ ആത്മാക്കളെയും കേട്ടോ. ഇനി അവസാനം പിശാച് വിടാണ്ടാവുമ്പോ അദ്ദേഹം പറയും, യേശുവിന്റെ നാമത്തിൽ വേഗം പോയിക്കോ ഇവിടുന്ന്. പോലെ നിക്ക്, ഞാൻ പറയാണ്, ഇയാൾ പറഞ്ഞ് പിശാചിനെ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ പിശാചെ തോമസ് പോളിനെ വിട്ടുപോകൂ. യേശുവിന്റെ നാമത്തിൽ പിശാച് ബ്രദർ തോമസ് പോളിനെ വിട്ടുപോകൂ. പോയി. ഇപ്പോ കത്തോലിക്ക സഭയിലെ 500,000 വൈദികർ ബലിയർപ്പിക്കുന്നതിൽ എനിക്ക് കൃപ കിട്ടുമോ? കോടാനുകോടി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് എന്താ? ഓ എൻ്റെ ഈശോ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ ഞങ്ങൾ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മഹാപാപിയായ ഈ തോമസ് പോളിനെയും സ്വർഗത്തിലേക്ക് ആനയിക്കണേ. ഇപ്പൊ പാപി നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ? പറയാം. ഒരു പാപി നരകത്തിൽ പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ എന്തർത്ഥം പറയും? വരട്ടെ. ഇപ്പൊ ആദ്യം മാമോദിസ സ്വീകരിച്ചവരുടെ കണക്ക് തീർക്ക്, എന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകല്ലേ. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ട്. ഇതിന് സമാധാനം പറയാം. ആദ്യം ഒരു പാപി നരകത്തിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം എന്താ? നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കാഞ്ഞുകൊണ്ടാണ്. ഏത് ഇപ്പം നമ്മൾ കരുണ എന്താണെന്ന് അറിയാണ്ടാണ് കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കണേ. കരുണ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് കരുണക്കൊന്ത ചെല്ലുമ്പോൾ, അപ്പോൾ എന്തുകൊണ്ടാണ് പാപി നരകത്തിൽ പോകുമെന്ന് നമ്മളുടെ അകത്ത് കിടക്കുന്ന ഒരു സിദ്ധാന്തം? നമ്മൾ ഒരു ശിക്ഷിക്കുന്ന ദൈവത്തെയാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം പ്രഥമേന ശിക്ഷിക്കുന്ന ദൈവമല്ല, ഒന്ന് പറഞ്ഞേ, രക്ഷിക്കുന്ന ദൈവമാണ്. താങ്ക് യു. ഇതാണ് മനസ്സിലാകേണ്ട പ്രധാന കാര്യം. അതാണ് പൗലോസ് പറഞ്ഞ, ദേ ആർ ഇഗ്നറന്റ്. അവർക്ക് ദൈവനീതിയെക്കുറിച്ച് അവർ അജ്ഞരാണ്. എന്താ ദൈവനീതി? യേശു ക്രിസ്തു എന്തിനാ വന്നിരിക്കുന്നത്? പോലീസുകാരനെ പോലെ അവൻ പാപം ചെയ്യണം, അവനെ പിടിച്ച് നരകത്തിലാക്കി. ഇങ്ങനെ പാപം ചെയ്യണവരെയൊക്കെ നരകത്തിലിടാൻ വേണ്ടിയാണോ കർത്താവ് വിശ്വസിച്ച വന്നത്? അടിസ്ഥാനപരമായി നമ്മളിൽ ഈ ഒരു വചനം മനസ്സിലാകണം. യോഹന്നാൻ 3:16-17. യോഹന്നാൻ 3:16-17 എന്താ പറയണത്? ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം. നൽകിക്കഴിഞ്ഞോ? നൽകി. ഇപ്പൊ മത്തായിയുടെ വീട്ടിൽ ചെന്നത് മത്തായി വിശ്വസിച്ചതുകൊണ്ടാണോ? മത്തായിയുടെ വീട്ടിൽ കർത്താവ് കടന്നു ചെല്ലുകയാണ്. എടാ, നിനക്ക് വേണ്ടിയാണ് ഞാൻ വന്നേക്കണത്. നിന്നെ രക്ഷിക്കാനുള്ള ദൗത്യമായിട്ടാണ് ഞാൻ വന്നേക്കണത്. നിന്നെ നരകത്തിൽ കൊണ്ടുവന്നത് നോക്കി നിൽക്കാൻ വേണ്ടി അല്ല ഞാൻ വന്നേക്കണത്. നിന്നെ സിംഹവും കരടിയും പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നോക്കി നിൽക്കാൻ വേണ്ടി അല്ല ഞാൻ വന്നേക്കണത്. എന്നിട്ട് അടുത്ത വചനം എന്താ പറയണത്? ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അടുത്ത വചനം, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. എല്ലാവരും ശബ്ദമുയർത്തി, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ലോകം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അതിനകത്ത് മൈനസ് ആണോ? ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം മുഴുവനും.
നമ്മുടെ കുർബാനയിൽ പല പ്രാവശ്യം മനുഷ്യവർഗത്ത് ഞങ്ങളുടെ ഈ വർഗത്തോട് അങ്ങ് കാണിച്ച കരുണ. പടിപടിയായിട്ട് നമ്മൾ വളരുകയാണ്. അപ്പോൾ പ്രഥമമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു രഹസ്യം ഇതാണ്: എന്തിനാണ് യേശു വന്നത്? യേശു എന്തിനു വന്നു? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ്, യേശു വന്നത് മനുഷ്യരെ രക്ഷിക്കാൻ. ആരെ രക്ഷിക്കാൻ? പാപികളെ. എങ്ങനെ മനുഷ്യരെല്ലാവരും പാപത്തിൽ വന്നു? അണലിപ്പാമ്പിൻ പൈതങ്ങളെ, നിങ്ങൾ എപ്പിടി നന്മ ചെയ്യ മുടിയും? അണലിപ്പാമ്പിൻ്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വിഷം വന്നത് അവരുടെ കുറ്റമാണോ? അപ്പോൾ ഈശോ ആരംഭത്തിലേ തന്നെ പറയുന്നത് പാപം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അവസാനവും ഈശോ പറയുന്നുണ്ട്, പക്ഷെ നമ്മളതെല്ലാം വേറെ തരത്തിലാണ് മനസ്സിലാക്കുന്നത്. അന്ത്യത്താഴവേളയിൽ ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. എന്നിട്ട് പറയുകയാണ്, പാപത്തെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നിൽ വിശ്വസിക്കായിക കൊണ്ട് പാപത്തെക്കുറിച്ച്. അപ്പം എന്താണ് പാപം? യേശു മനുഷ്യവംശത്തെ മുഴുവനും രക്ഷിക്കാൻ വന്നു. അന്നത്തെ കണ്ടീഷനിൽ വന്നു, ഇന്നത്തെ കണ്ടീഷനിൽ രക്ഷിച്ചു. എന്നിട്ടും നമ്മൾ ആ രക്ഷയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് നിങ്ങൾ ഏറ്റുപറയേണ്ട ആദ്യത്തെ പാപം ഇന്ന് കുമ്പസാരത്തിൽ. മനസ്സിലായോ? കുമ്പസാരത്തിൽ ആദ്യം ഏറ്റുപറയേണ്ട പാപം എന്താണ്? യേശു മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളിപ്പോഴും അത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മുടെ പ്രധാന പാപം. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ പാപം ഏറ്റു പറയണം. പക്ഷെ എന്താ പാപം? യേശു വന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ മറ്റെല്ലാ പാപങ്ങളും ഏറ്റെടുക്കാനാണ്. അത് വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ പാപം എങ്ങനെ പോകും? പെട്ടെന്നൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ചോദ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉത്തരം വേണം, ഒരുപാട് സമയമില്ല. ഗത്സമനിയിൽ യേശു രക്തം വേർത്തു. യേശു വാവിട്ട് കരഞ്ഞു, മുറവിളി കൂട്ടി, പിതാവേ എനിക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് രക്തം വീർത്ത് ആ രക്തത്തുള്ളികൾ അവിടെ വീണത്? എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഭയാനകമായ വേദന യേശുവിന് ഗത്സമനിയിൽ വെച്ചുണ്ടായത്? എന്താ? പിന്നെന്താ? ഒരു മിനിറ്റ്, സിസ്റ്റർ പറയാൻ പറ്റും. ഏറ്റെടുത്തു അല്ലേ? ഏറ്റെടുത്തു, അതാണ് പോയിന്റ്. മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപം പിതാവ് യേശുവിലേക്ക് കൊടുക്കുകയും യേശു അത് ഏറ്റെടുക്കുകയാണ്. പൊതുവായിട്ടുള്ള ഉത്തരങ്ങൾ ഇതാണ്: മനുഷ്യവർഗത്തിൻ്റെ പാപത്തെക്കുറിച്ച് കണ്ടിട്ട് യേശുവിന് വേദന, യേശു അനുഭവിക്കാനിരിക്കുന്ന പീഡകളെക്കുറിച്ച് ഓർത്തിട്ട് വേദന, മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേദന, ഞാൻ ഇത്രയും അവർക്ക് വേണ്ടി ചെയ്തിട്ട് അവർ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് വേദന. ഇതൊന്നുമല്ല. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇത്രയും വളർന്ന ആളുകളായിട്ട് പോലും, കുറ്റം പറയല്ല, അതിൻ്റെ ഒരു യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത്രയും വളർന്ന ആളുകളായിട്ട് പോലും we do not know exactly how and where Jesus took our sin. എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ യേശു നമ്മുടെ പാപം
ഏറ്റെടുത്തു എന്ന്. ഗെത്സമനിയിൽ വെച്ചിട്ടാണ് യേശു മനുഷ്യവംശത്തിൻ്റെ, അതാണ് ഏശയ്യ 53:4-6 പറയുന്നു. 6-ാമത്തെ വചനം പറയുന്നത്, നമ്മുടെ അകൃത്യങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. അഥവാ ദൈവം നമ്മുടെ അകൃത്യങ്ങൾ അവൻ്റെ മേൽ ചുമത്തി. ഇനി അവിടുന്ന് അതിൻ്റെ പൂർണ്ണമായ ആ പാപം അതിൻ്റെ ഏറ്റവും അത്യുജ്വല പ്രകടനം നടത്തുകയായിരുന്നു ഇനിയുള്ള ആ ഒരു ദിവസം മുഴുവനും. എല്ലാ വിധത്തിലും യേശുവിനെ അതങ്ങ് ആക്രോശിച്ചു. ഓരോരുത്തരുടെയും വക, പീലാത്തോസിൻ്റെ വക, പത്രോസിൻ്റെ വക, ജൂദാസിൻ്റെ വക, ഇവരെല്ലാവരിലും പാപമാണ് പ്രവർത്തിച്ചത്. അതെല്ലാം യേശുവിലേക്ക് അങ്ങ് ചെന്നിട്ട് യേശു അതെല്ലാം ഏറ്റെടുക്കുകയാണ്. അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ അവിടെ നടന്ന വലിയൊരു അത്ഭുതം ഇതായിരുന്നു. അവരെല്ലാവരും പല രീതിയിൽ യേശുവിനെ പീഡിപ്പിച്ചപ്പോൾ യേശു അതിനെ വളരെ പോസിറ്റീവായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ അതിഭയാനകമായ ശാരീരിക പീഡനത്തെ തന്നെ ബലിയാക്കുന്നതിന് നിമിത്തമാക്കി. തന്നെ കൊല്ലുന്നതിന്, ബലിയാക്കുന്നതിന് ആരെക്കൊണ്ട് തന്നെ യേശു പ്രവർത്തിപ്പിച്ചു? ഇവരെ കൊണ്ട് തന്നെ പ്രവർത്തിപ്പിച്ചു. എന്നിട്ട് ആ ബലിയാവലിൻ്റെ സമയത്ത് യേശുവിൻ്റെ അന്തരംഗത്തിൽ നിന്നും കരുണ അവരിലേക്കും ലോകം മുഴുവനിലേക്കും ഒഴുകി. തന്നെ പീഡിപ്പിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ മനുഷ്യവർഗത്തിൻ്റെ പാപമാണ്. ആ പാപത്തെ മൂലം അവർ പീഡിപ്പിക്കുകയും ആ പീഡ ഏറ്റെടുക്കുകയും ചെയ്തപ്പോഴാണ് പാപത്തെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കരുണ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, അവരെ അനുഗ്രഹിക്കണേ, അവരോട് കരുണയായിരിക്കണേ. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമാ. ഇതാണ് മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ സാധിക്കാത്തതും. യേശു ആ സമയത്ത് തന്നെ തൻ്റെ സാൽവഫിക് സെൽഫ് ഗിവിംഗ് ആണ് ഡൊമിനം ബിഫിഫിക്കാന്തത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഡൊമിനം ബിഫിഫിക്കാന്തം എന്ന ജോൺ പോൾ രണ്ടാമൻ്റെ ചാക്രിക ലേഖനത്തിൽ ഇത് പറയുന്നത്, ദ സാൽവഫിക് സെൽഫ് ഗിവിംഗ് ഓഫ് ഗോഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. അതായത് രക്ഷാകരമായ ആത്മദാനം ആ സമയത്ത് തൻ്റെ ആത്മാവിലൂടെ നടത്തി. ആ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ ഈ രക്ഷയുടെ മുഴുവനും നീതി നമ്മളിൽ നടപ്പാക്കുന്നത്. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിന് സാധിക്കില്ലായിരുന്നു. പരിശുദ്ധാത്മാവിന് ഇത് സാധിക്കുന്നതിന് ആവശ്യമായിരുന്നത്, ഈശോ പറഞ്ഞു, ഞാൻ പോകണം, ഞാൻ പോയാലേ അവൻ വരികയുള്ളൂ. അവനതിനു മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ ഒരാത്മദാനമായി നൽകുകയും മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കുകയും ആ പാപങ്ങൾ കൊണ്ട് തന്നെ അവരെന്നെ കൊല്ലുമ്പോൾ ഞാനത് മനുഷ്യർക്ക് തന്നെ വേണ്ടിയുള്ള ജീവബലിയായി സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മദാനമാകുന്നതും. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ആ പരിശുദ്ധാത്മാവ് ഈ ആത്മദാനത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും തലമുറയായി ഓരോ തലമുറയിലും ഉള്ള ജനങ്ങളിലേക്ക് ഇത് കൊടുക്കും. അവിടെ
ആദം ഒരു വ്യക്തിയിലൂടെ ഉണ്ടായ പാപവും ആ പാപം മൂലമുണ്ടായ ശാപവും ആ ശാപം മൂലം പാപത്തിൻ്റെ ശിക്ഷയും ഇതെല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പോൾ പിന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ശാപമുണ്ടാവുമോ? ശാപം ആരേറ്റെടുത്തു? അപ്പം അതാണ് നമ്മൾ വിശ്വാസത്തിൽ വളരേണ്ട എന്ത് പറയണത്. ഓക്കെ, അത് നമുക്ക് പിന്നീട് എടുക്കാം. അപ്പോൾ ഈ ദൈവനീതി എന്ന ആ രഹസ്യം ഇപ്പോൾ എങ്ങനെ നമുക്ക് ലഭിക്കുന്നു? യേശു മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപവും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ശരീരത്തിൽ ആ പാപത്തെ മരിപ്പിച്ചു. ആ മരണം, പാപമൂലമുള്ള മരണം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ഈ ശരീരം മരിച്ചു. അതാണ് തൻ്റെ മരണത്താൽ അവൻ മരണത്തെ കീഴടക്കി, ഇല്ലാതാക്കി. ഇതാണ് ദൈവനീതിയുടെ രഹസ്യം. ഇപ്പോൾ നമ്മൾ കൽപ്പന പാലിക്കുന്നതിലൂടെ ആണോ ദൈവനീതി നമുക്ക് കിട്ടുന്നത്? ആ അർത്ഥത്തിലാണ് കൽപ്പന പാലിക്കുന്നതിലൂടെ അല്ല നിങ്ങൾ നീതീകരിക്കപ്പെടുന്നതെന്ന് പൗലോസിൻ്റെ ലേഖനത്തിൽ എല്ലാ ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ട്. എല്ലാ ലേഖനങ്ങളിലും. ഉദാഹരണത്തിന് 3-ാം അധ്യായം 20-ാമത്തെ വചനം വായിക്കാം. റോമർ 3:20. അതിനുശേഷം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചാലോ? ഒന്ന് ഫ്രഷ് ആവും. ഒരു മിനിറ്റ് ഒന്ന് ഫ്രഷ് ആവും. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ഓ പരിശുദ്ധാത്മാവേ, ശാല ഹാല ബാല, ശാല ഹാല ബാല, ശാല ബല 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 ബല. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവേ, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ശാല ബല 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 ബല. ഇരിക്കാം. നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ. എല്ലാവരും തെറ്റു പറഞ്ഞുകൊണ്ട് നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ. കണ്ടോ? ഒന്നുകൂടി വായിച്ചേ. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. എന്തിനു വേണ്ടിയാണ് നിയമം തന്നിരിക്കുന്നത്? പാപത്തെക്കുറിച്ച് ബോധമുണ്ടാവും. നിയമത്തിന് നമ്മളെ വിശുദ്ധീകരിക്കാനുള്ള ശക്തി നിയമത്തിനില്ല. പാപം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ്. ഇനി എന്താ അടുത്തത്? 21 വായിച്ചേ. നിയമവും പ്രവാചകരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള
യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. ഒന്നുകൂടി വായിച്ചേ, ശ്രദ്ധിച്ച് വായിക്കുക, പുസ്തകം നോക്കി വായിക്കുക. ഈ ദൈവനിധി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. അതിനാണ് നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ യേശു പീഡ അനുഭവിച്ചതും മരിച്ചതും ഉയർത്തതിൻ്റെയും സാരാംശം മുഴുവനും, യോഗ്യത മുഴുവനും നമുക്ക് ലഭിക്കുന്നതിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. നിയമം അനുസരിക്കുന്നതിലൂടെ അല്ല. ഇനി അടുത്ത വചനം വായിച്ചേ. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അതെന്തുകൊണ്ടാണ്? ഉത്ഭവഭാവം മൂലം. എല്ലാവരും പാപം ചെയ്തത് എന്തുകൊണ്ട്? ഒരു മനുഷ്യന്റെ, ആദം എന്ന ഒരു മനുഷ്യന്റെ പാപം മനുഷ്യവംശത്തിന്റെ മുഴുവനും പാപമായി മാറി. അവരെല്ലാവരും ദൈവമഹത്വത്തിൽ നിന്ന് അയോഗ്യരായി. ഇത് അവരുടെ കുറ്റമാണോ? ഇത് പറയുമ്പോഴാണ് നമുക്ക് ബ്രദർ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പിള്ളേർ പാപം ചെയ്യാനായിട്ടൊരു പ്രോത്സാഹനമായിട്ട് തോന്നുമായിരിക്കും അല്ലേ? അങ്ങനെ തോന്നരുത്. സത്യം നിങ്ങൾ അറിഞ്ഞാലേ സത്യം നമുക്ക് സ്വാതന്ത്ര്യമാകാൻ പറ്റുള്ളൂ. ഇതാണ് സത്യം. എല്ലാവരും പാപം ചെയ്തു. എന്തുകൊണ്ട്? ഉത്ഭവഭാവം മൂലം. അങ്ങനെ എല്ലാവരും ദൈവമഹത്വത്തിന് അയോഗ്യരായി. ഇനി എന്താണ് അടുത്ത വചനം? ശ്രദ്ധിച്ചു നോക്കി വായിച്ചേ. അവർ അവിടുത്തെ കൃപയാൽ. കണ്ടോ? എന്താണ് കൃപ? എന്താണ് കൃപ? യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടും. അപ്പൊ യേശുക്രിസ്തു വന്നു. എന്തിനാണ് യേശുക്രിസ്തു വന്നത്? എന്തിനാണ് യേശു വന്നത്? യേശുവിനെ മനുഷ്യനായി അവതരിപ്പിച്ചത് തന്നെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്താണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം? മുഴുവനായില്ല. യേശു എന്ന വാക്ക് ഒരു ഹീബ്രു പദമാണ്. അതിന് അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട്. വിമോചകൻ, രക്ഷകൻ എന്നെല്ലാം പറയുമ്പോൾ പകുതിയേ ആവുന്നുള്ളൂ. എന്താണ്? ദൈവം രക്ഷിക്കുന്നു. ആരാണ് പറഞ്ഞത്? വെരി ഗുഡ്. ഒന്ന് കൈയടി കൊടുത്തേ. യെസ്, ദൈവം രക്ഷിക്കുന്നു. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ, ദൈവം രക്ഷിക്കുന്നു. ആരംഭത്തിലെ തന്നെ ഔസേ പിതാവിനോടും പറഞ്ഞു, മാതാവിനോടും പറഞ്ഞു, നീ അവന് യേശു എന്ന് പേരിടണം. കാരണം അവൻ തൻ്റെ ജനതകളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാം, യേശു എന്ന പേരിൻ്റെ തന്നെ അർത്ഥം ദൈവം. അതാണ് തുറന്നപ്പോൾ തന്നെ അതാണല്ലോ കിട്ടിയത്. ദൈവം രക്ഷിക്കുന്നു എന്നാണ്. മാലാഖ ഔസേപ്പിനോട് പറഞ്ഞു, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഇപ്പോ കൽപ്പന പാലിക്കുന്നതിലൂടെയാണോ? അപ്പൊ കൽപ്പന എന്തിനു വന്നു? പാപം എന്താണെന്ന് ബോധ്യമുണ്ടാകാൻ. എന്നാൽ പാപമോചനം കിട്ടുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണാം. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു, 1:16-17 എന്താ പറയണേ? നിയമം മോശ വഴി വന്നു,
1:16. നിയമം മോശ വഴി വന്നു, പക്ഷേ അത് ആർക്കെങ്കിലും പാലിക്കാൻ പറ്റുന്നുണ്ടോ? പാലിക്കാൻ പറ്റില്ല. അതാരെ കുറ്റപ്പെടുത്തണ്ട. അത് കഴിഞ്ഞിട്ട് ആര് വരുമ്പോഴാണ് അത് പാലിക്കാൻ പറ്റുന്നത്? യേശു വരുമ്പോൾ. കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി വന്നു. ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ എല്ലാം അർത്ഥം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നീതിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവേ, പെട്ടെന്ന് വലിയൊരു രഹസ്യം ഇപ്പോൾ